അവിടെ ഒരു 5000-6000 വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ NMR റസാഖിന് പാലക്കാട്ട് വിജയിക്കാനാകും. അപ്പോൾ വിജയസാധ്യതയുണ്ടെങ്കിൽ ഒരു പാർട്ടി സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? അല്ല, അത് CPM-ന്റെ തീരുമാനമല്ലേ. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരു ഇടത് സഹയാത്രികനായ NMR റസാഖിനെ കൊണ്ടുവന്നു. പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്നതാണ് നിർബന്ധം. നേരത്തെ സരിൻ മത്സരിച്ച പാർട്ടി ചിഹ്നത്തിലാണോ? അല്ലല്ലോ. അപ്പം നേരത്തെ രാഹുൽ മാങ്കൂട്ടം അവിടെ ബൈ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ അല്ല, ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആത്മവിശ്വാസക്കുറവെന്താണ്. അവിടെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഗുണം ചെയ്യും എന്നത് LDF-ന്റെ ഒരു തീരുമാനമാണ്. അവരുടെ പാർട്ടി തീരുമാനം പാടില്ല. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞില്ലല്ലോ. കോൺഗ്രസ് അവിടെ ഒരു ഡീൽ ആരോപണം LDF ഉന്നയിച്ചോ? അവിടെ ഒരു ഡീൽ ആരോപണം CPM പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു ഡീൽ ആരോപണം CPM പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല, എവിടെയെങ്കിലും ഒരു ഡീൽ ആരോപണം CPM പറഞ്ഞിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഡീൽ ആരോപണം എന്നൊരു നറേഷൻ കൊണ്ടുവന്ന് ഒരു അജണ്ട സെറ്റ് ചെയ്യാനാണല്ലോ 2 ദിവസം മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശ്രമിച്ചതാണോ? ഞാൻ പറയട്ടെ, അങ്ങ് ഡീലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടി ചോദിച്ചില്ലല്ലോ. ഞാൻ അങ്ങ് എന്തുകൊണ്ട് രമേശ് പിഷാരടി എന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങ് പറയുന്നു, ഇപ്പം സ്മൃതി മാഡം ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് പറയുന്നു, അത് CPM-ന്റെ തീരുമാനമല്ലേ. ഒരു അതേപോലെ ഒരു ഉണ്ടാവില്ലേ? ഉണ്ടാവും, സ്വാഭാവികമായും ഉണ്ടാവും. അത്രേ ഉള്ളൂ, ഒരു സംശയമില്ല. കോൺഗ്രസിനും ആരെ വേണമെങ്കിലും നിർത്താം, അവരുടെ പാർട്ടിക്ക് തോന്നുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കാം. പക്ഷേ ആ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മറ്റുള്ളവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അത് ഡീലാണെന്ന് പറയരുത്. അത് ഡീലാണെന്ന് പറയുകയും NMR റസാഖ് സ്ഥാനാർത്ഥിയാകുമ്പോൾ മാത്രം ഡീൽ, രമേശ് പിഷാരടി മാത്രം. അത് കൃത്യമായിട്ട് ഏതൊക്കെ മണ്ഡലങ്ങൾ പറഞ്ഞു വരുന്നുണ്ടല്ലോ. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വിജയിച്ചാൽ പകരം 10 പിന്തുണ എന്നുള്ളതാണ്. ആ പിന്തുണ എവിടേക്ക് എന്നുള്ളതാണ് ഈ അത് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി കൂടി ആയിക്കൂടെ? അങ്ങനെയല്ലോ, കോൺഗ്രസിനെ സഹായിക്കാന്നല്ലോ പറയാം. CPM-ന് അല്ല, കോൺഗ്രസിനെ സഹായിക്കാൻ. അപ്പോഴെന്തുകൊണ്ടാണ് നേമത്ത് എന്തുകൊണ്ടാണ് K മുരളീധരൻ വരാത്തത്? നേമത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥി നിന്നാൽ അവിടെ BJP പരാജയപ്പെടുത്താലോ? എന്തുകൊണ്ടാണ് വി മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും ശക്തമായി മത്സരിക്കുന്ന കഴക്കൂട്ടത്ത് എന്തുകൊണ്ടാണ് ശരത്ചന്ദ്ര പ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്? മോശം സ്ഥാനാർത്ഥിയാണെന്ന് അവർ കരുതുന്നില്ല. ഇല്ല, അപ്പൊ NMR റസാഖ് മോശം സ്ഥാനാർത്ഥിയാണെന്ന് LDF അല്ലല്ലേ? NMR റസാഖ് അപ്പൊ മോശം സ്ഥാനാർത്ഥിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും?